തോൽവികൾ ജീവിതത്തിൽ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകാറില്ല. പലപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. പക്ഷേ ചില തോൽവികളും അതും ദൈവഹിതമാണ്. പത്രോസിനും കൂട്ടർക്കും കടൽക്കരയിൽ ആ കടലിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അതിനുശേഷം യേശുവിൻ്റെ വാക്കിന് അവർ വലയിറക്കി. അതിനു മുമ്പ് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എന്ന്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് പത്രോസ് മീൻ പിടിക്കുന്നതിൽ. പക്ഷേ അന്ന് രാത്രിയിൽ വളരെ നിരാശയായിരുന്നു. അതിനുശേഷം യേശുവിൻ്റെ വാക്കിന് അവർ പടകിറക്കി. വല കീറുവോളം അവർക്ക് മീൻ ലഭിപ്പാൻ ഇടയായിത്തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ചില തോൽവികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവഹിതമാണ്. യേശുവിൻ്റെ വാക്കിന് നമ്മൾ വലയിറക്കുകയാണെങ്കിൽ, യേശുവിൻ്റെ വാക്ക് കേട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ തോൽവിയിൽ നിന്നും കരകയറാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആണ് നമുക്ക് തോൽവികളൊക്കെ ഉണ്ടാകാറുള്ളത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ദൈവാലോചന പ്രകാരം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തോൽവികൾ വരാൻ ഇടയാകത്തില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവഹിത പ്രകാരമുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വലിയവ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവഹിതമായി മാറട്ടെ, ദൈവഹിതത്തിനകത്തായി മാറട്ടെ, ദൈവാലോചനയ്ക്കകത്തായി മാറട്ടെ. നിങ്ങളെ ദൈവം മാനിക്കും. നിങ്ങളുടെ ജീവിതം വിജയമായി തീരും. ആമേൻ.